സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തഖ്വയുള്ള ആളുകളുടെ കുറേ അടയാളങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ പ്രധാനമായി പറയുന്ന മറ്റൊന്ന് വസിലത്തുർ റഹിമി, കുടുംബബന്ധം ചേർക്കുന്ന ആളുകളാണ് തഖ്വയുള്ള ആളുകള്. കുടുംബത്തിനോട് പിണങ്ങി ജീവിക്കുന്ന ആളുകള്, കുടുംബത്തിൽ അനൈക്യമുണ്ടാക്കുന്ന ആളുകള്, കുടുംബത്തിൽ ചിത്രതയുണ്ടാക്കുന്ന ആളുകള് അവൽ തഖ്വയുള്ള ആളുകളല്ല. മുത്തഖീങ്ങളായ ആളുകള് കുടുംബത്തിൽ പിണങ്ങി നിൽക്കൂല. ആലോചിച്ചു നോക്കൂ, ഇത് 23-ാം രാവാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവാണ്. കോടാനുകോടി ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണ്. എന്നാൽ കേട്ടോ, ലൈലത്തുൽ ഖദർ കിട്ടാത്ത ചില ആളുകളെ പറയുമ്പോ അതിൽ പ്രധാനമായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഖാതിഉർ റഹിമി, കുടുംബബന്ധം മുറിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടോ? മോനെ, നിനക്ക് ലൈലത്തുൽ ഖദർ ഇല്ല കേട്ടോ. അതേ 27-ാം രാവിൽ അന്ന് നീ കഅബാലയത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ വെച്ച് 100 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവോട് ദുആ ചെയ്താലോ നില്ല ദുആ അല്ലാഹു സ്വീകരിക്കൂല. കുടുംബബന്ധം മുറിക്കുന്ന ആളുകളെ അല്ലാഹു പരിഗണിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. കുടുംബബന്ധം മുറിച്ച് ജീവിക്കുക അല്ലെ? ജ്യേഷ്ഠനോട് മിണ്ടൂല, അനുജനും മിണ്ടൂല. ഇങ്ങനെ ബന്ധം മുറിച്ച് ജീവിക്കുന്ന ആളുകൾ ഏത് ലൈലത്തുൽ ഖദർ വന്നാലും അവനല്ല പരിഗണിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ചില ആളുകൾ പറയലുണ്ട്, ഉസ്താദേ റമദാനിലെ അവസാനത്തെ 10 ഉംറക്ക് പോകുന്നുണ്ട്, എന്നാ 27 രാവൊക്കെ നമുക്ക് അവിടെ ഉണ്ട് കിട്ടുമല്ലോ, മക്കത്തും മദീനത്തും ആയിട്ട് അല്ലേ? നല്ലതന്നെ, അതിലൊന്നും നമ്മൾ കേടു പറയുന്നില്ല. എന്നാല് ആചാര്യ നിങ്ങൾ ഏതായാലും പോവുകയാണല്ലോ, അഞ്ജനുമായിട്ട് എന്തോ ചെറിയൊരു പ്രശ്നമില്ലായിരുന്നോ? ഓനോട് പറഞ്ഞിനോ അല്ലേ? ഉംറക്ക് പോകുമ്പോ അഞ്ജനുമായിട്ട് പറഞ്ഞിരുന്നോ? അത് 15 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നല്ലേ, ഞാൻ പറയാനൊന്നും നിന്നില്ല. സുബ്ഹാനല്ലാഹ്, 15 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ, അതുകൊണ്ട് ഞാൻ പറയാനൊന്നും നിന്നില്ല. ഇപ്പൊ പോയാല് ആ 1 ലക്ഷം റുപ്യ വെറുതെ ആയിന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവൂല. കുടുംബ ബന്ധം മുറിക്കുന്നവന് ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല. ഒരിക്കൽ അള്ളാന്റെ റസൂല് മദീനയിൽ സ്വഹാബത്തിന് ഇങ്ങനെ വയല് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അള്ളാന്റെ റസൂൽ ഇടയ്ക്ക് നിർത്തിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പുറപ്പെടുവിച്ചു. എന്താ റസൂലുള്ള പറഞ്ഞത്? ഈ മജ്ലിസിൽ കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൽയഖും മിൻ മജ്ലിസിനാ ഹാദാ, അവൻ ഈ മജ്ലിസിൽ ഇരിക്കണ്ട, എഴുന്നേറ്റ് പോട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂൽ ഒരു സദസ്സെന്ന് ഒരാളെ എഴുന്നേൽപ്പിച്ചു വിടണമെങ്കിൽ അതിന്റെ ഗൗരവത്ര നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടുന്ന് ഒരാളെ നമ്മൾ എഴുന്നേൽപ്പിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അപമാനല്ലേ ഇത്? എന്നാ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂൽ എന്ന് പറയാ, കുടുംബബന്ധം മുറിച്ച ഏതെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഫൽയഖും മിൻ മജ്ലിസിനാ ഹാദാ, ഈ മജ്ലിസിൽ അവൻ ഇരിക്കണ്ട, എഴുന്നേറ്റ് പോകണം. ഇതിങ്ങോട്ട് പറഞ്ഞപ്പോ ആ സദസ്സിന്റെ ഒരു മൂലേ എന്നൊരു സഹാബി എണീച്ചു. എണീക്കുന്നോക്കും ആണട്ടോ ഒരു ഈമാന്. അത് നമ്മൾ ആലോചിക്കണം. എണീക്കുന്ന ആൾക്കാർക്ക് ഒരു ഈമാൻ വേണം. ഇവിടുന്ന് ഞാൻ പറയാണ് അല്ലേ, എന്ത് കുടുംബം ബന്ധം മുറിച്ച ആളുകള് ഈ വാലിന്റെ മജ്ലിസിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരോട് തെറ്റിയോനും ഇരിക്കും, നിൽക്കൂല. കാരണം എന്താ? മനുഷ്യന്മാരുടെ ചേപ്പറാകല്ലോ അല്ലേ? ഈ ബേജാറ് വിചാരിച്ചിട്ട് എണീക്കൂല. വാല് കഴിഞ്ഞിട്ട് അത് നന്നായി കാണാം, മാക്സിമം പോയാൽ അത്രേ വിചാരിക്കും. സദസ്സ് എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഈമാന.
ആ സ്വഹാബി മെല്ലെ എഴുന്നേറ്റു. എല്ലാ ആളുകളും ആ സ്വഹാബിയെ നോക്കുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ സദസ്സിൽ നിന്ന് മെല്ലെ അങ്ങ് എഴുന്നേറ്റുപോയി. കുറച്ച് സമയം അങ്ങ് കഴിഞ്ഞപ്പോ അയാളതാ മടങ്ങി വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ലയോ സഹോദരാ, നിങ്ങളെവിടേക്കാ പോയിരുന്നത്? നിങ്ങളെവിടേക്കാ പോയിരുന്നത്? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, തങ്ങളെ, കുടുംബബന്ധം മുറിച്ച ആള് ഈ മജ്‌ലിസിൽ ഇരിക്കണ്ട നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനും നല്ല കുടുംബത്തിലുള്ള ഒരു പ്രായമായ ഉമ്മയുമുണ്ട്. ഞങ്ങൾക്കിടയില് ചെറിയൊരു പിണക്കമുണ്ടായിരുന്നു. ഞങ്ങള് ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതങ്ങ് കേട്ടപ്പോ ഞാൻ അത് ഓർമ്മ വന്ന് എഴുന്നേറ്റതാ. നേരെ അങ്ങ് ചെന്നു ആ ഉമ്മനോട് പിണക്കം മാറ്റിയിട്ട് വരുന്ന വരവാണ് തങ്ങളെ. ഇത് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുന്നത്, ലാ യർഹമുല്ലാഹു ഖൗമൻ ഫീഹിം ഖാതിഉർ റഹീം. ഒരു ഖൗമിൽ കുടുംബബന്ധം മുറിച്ച ഒരാളുണ്ടോ? ഒരു സദസ്സില് കുടുംബബന്ധം മുറിച്ച ഒരാളുണ്ടോ? ആ മജ്‌ലിസിൽ അല്ലാഹ് ബറക്കത്ത് ചെയ്യൂല. ഒരു നാട്ടിൽ അങ്ങനത്തെ ആളുണ്ടോ? ആ നാട്ടിൽ അല്ലാഹ് റഹ്മത്ത് ചെയ്യൂല. ഒരു കുടുംബത്തിൽ അങ്ങനത്തെ ആളുണ്ടോ? ആ കുടുംബത്തിന് അല്ലാഹ് റഹ്മത്ത് ചെയ്യൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മജ്‌ലിസിൽ അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടെ കിട്ടുന്ന റഹ്മത്തിന് തടസ്സാണ് അയാൾ. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത് മുത്തുനബി പറഞ്ഞതന്നെ. മുത്തുനബി പറഞ്ഞതന്നെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് നന്നായിട്ട് വരില്ല നല്ലത്. വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. കുടുംബ ബന്ധം മുറിഞ്ഞു പോകരുത്. ചില ആൾക്കാർ അമ്മോശൻ കാക്കനോട് മിണ്ടൂല അല്ലേ? ഇവിടെ കണ്ണൂർ സിസ്റ്റല്ലേ അല്ലേ? അപ്പൊ പിന്നെ അമ്മോശൻ കാക്കനോട് മിണ്ടലുണ്ടാവും അല്ലേ? സുബ്ഹാനല്ലാഹ്. ഭാര്യന്റെ വീട്ടുകാരെ തഞ്ചം കിട്ടിയ കുറ്റം പറയും. എന്റെ ബാപ്പ അങ്ങനെ, എന്റെ ഉമ്മ അങ്ങനെ. കാരണം സൈഡ് എഫക്ട് ഇല്ലാത്തവരോടെ നമ്മളിതെല്ലാം കാണിക്കാം. ആ സാധുക്കളെ തിരിച്ചൊന്നും പറയൂല എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പലതും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ടാവലുണ്ട്. കുടുംബ ബന്ധം നല്ല നിലക്ക് പോകാൻ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പിയ്യാപ്പിളല്ലേ എന്നുള്ള കോജിയായിട്ട് ഇങ്ങനെ കുത്തിനാലൊന്നും നടക്കൂല. പിയ്യാപ്പിളയും കുറച്ചൊക്കെ താന്നു കൊടുക്കേണ്ടി വരും അല്ലേ? ഇത് പറയുമ്പോ നിങ്ങൾക്ക് എത്രയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിഷയമല്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. പുയ്യാപ്പിള കുറച്ചൊന്ന് താന്നു കൊടുക്കേണ്ടി വരും ചിലപ്പോ. കാരണം അമ്മോശൻ ഏതായാലും പ്രായമായി, കുറച്ച് വിവരമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാനെങ്കിലും ഒരു ബുദ്ധിയുള്ള ആളായിട്ടില്ലെങ്കിൽ ഈ കുടുംബം തെറ്റി പോകുമോ?